ഉറക്കത്തിൽ നമ്മുടെ കൂടെ ആരുമില്ല. എന്തിനേറെ കിടന്നുറങ്ങിയ കട്ടിലിനെക്കുറിച്ചുള്ള ഓർമ്മയില്ല. ആ കൊതുക് കടിക്കുന്നോ ഇന്നോ ഇല്ലെന്ന് പോലും അറിയുന്നില്ല. കൊതുകിനെ കൊല്ലേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. എന്നാലും ആ ഉറക്കത്തിൽ പൂർണ്ണ സുഖം നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആ പൂർണ്ണ സുഖം നമുക്ക് കിട്ടിയത്? നമ്മുടെ മനസ്സ് നമ്മളറിയാതെ നമ്മളിലിരിക്കുന്ന ഈശ്വര ചൈതന്യവുമായി ചേരുമ്പോഴാണ് ആ പൂർണ്ണ സുഖം കിട്ടിയതെങ്കിൽ ഞാനും നിങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണ സുഖം ഉള്ളവരാണ്. കാരണം നമ്മളൊക്കെ വന്നിരിക്കുന്നത് പൂർണ്ണ തത്വത്തിൽ നിന്നാണ്. നമ്മുടെ ഉപനിഷത്തുക്കളും ആചാര്യന്മാരും യാതൊരു സംശയമന്യേ പറയുന്നത്. ഉപനിഷത്തുകൾ പറയും പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. പൂർണ്ണതയിൽ നിന്നും വന്ന് പൂർണ്ണതയിലിരുന്ന് വീണ്ടും പൂർണ്ണതയിലേക്ക് പോവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. എവിടെ നിന്ന് കിട്ടും ആ പൂർണ്ണത? പൂർണ്ണമായ ഈശ്വര ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഉയർത്തി ആർക്ക് ആ പ്രേമത്തിൽ ജീവിക്കാൻ സാധിക്കുമോ അവർക്കിവിടെ വെച്ച് പൂർണ്ണ ഈശ്വര അനുഭൂതിയിൽ ജീവിക്കാൻ സാധിക്കും. ഏവം പ്രസന്ന മനസ്സോ ഭഗവൽ ഭക്തിയോഗത ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ എന്നെല്ലാം രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചതൊക്കെ ഈ ഭാഗങ്ങളിൽ പ്രസക്തമാണ്. അപ്പൊ മത്സ്യം അത് വന്ന് അവസാനം സാഗരത്തിലെത്തി എന്ന് പറഞ്ഞാൽ സാഗരം എന്ന് പറയുന്നത്, പ്രളയം എന്ന് പറയുന്നത് പൂർണ്ണതയാണ് പറയാണ്. സാഗരം പൂർണ്ണതയുടെ പ്രതീകമായിട്ട് പറയും. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയും ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. എപ്രകാരമാണോ എല്ലാ പുഴകളും അവസാനം സാഗരത്തിലെത്തിച്ചേരുന്നത്, നമ്മൾ ഓരോരുത്തരും ആ ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മളും പൂർണ്ണരായി തീർന്നു എന്ന് പറയുകയാണ്. പ്രേമത്തോടുകൂടി ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നവർക്ക് ഇവിടെ വെച്ച് പൂർണ്ണമായ ഈശ്വരാനുഭൂതി കിട്ടും എന്ന് ഈ മത്സ്യാവതാര കഥയിലൂടെ പറയുന്നു. അതെന്തു വേണം? ഉള്ളിലിരിക്കുന്ന ഹയഗ്രീവനെ തട്ടണം. ആരാണ് ഈ ഹയഗ്രീവൻ? നമ്മുടെ ഉള്ളിലുള്ള അഹംകാരത്തെയാണ് ഹയഗ്രീവൻ എന്ന് പറയാ. അഹങ്കാരം പറയുകയാണ് സുഖം പുറത്താണ്, സുഖം ആളുകളിലാണുള്ളത്, സുഖം മറ്റുള്ളവർ കൂടെയുള്ളപ്പോഴാണെന്ന്. ആ അഹങ്കാരത്തെ തട്ടിയിട്ട് പറയണം, സുഖം പുറത്തായിരുന്നു എങ്കിൽ ഉറക്കത്തിൽ നിനക്ക് എവിടുന്ന് സുഖം കിട്ടി? അതെവിടുന്നാണ് നീ അനുഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ അഹങ്കാരത്തിന് പോലും നിലനിൽപ്പുണ്ടാവില്ല എന്ന് പറയാണ്. അപ്പൊ പറയും അത് നമ്മുടെ കൂടെയുള്ളതായിരുന്നു, നമ്മളിൽ തന്നെ ഉള്ളതായിരുന്നു എന്നാണ്. അങ്ങനെ മനസ്സിനെ നമ്മളിൽ തന്നെ നമ്മുടെ സ്വരൂപമായിട്ടിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഭാഗം നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പോ നമ്മൾ ഓരോരുത്തരും പൂർണ്ണ ഈശ്വര സ്വരൂപന്മാരായി തീരുമെന്ന് പറഞ്ഞ് മത്സ്യാവതാര കഥയും ഉപസമരിപ്പിച്ചതിന് ശേഷം പിന്നീട് നവമസ്കന്ധത്തിലേക്ക് കിടക്കാൻ. ഈ നവമസ്കന്ധം ഇന്ന് പറയാൻ തുടങ്ങിയാൽ ഒരു 10 ദിവസം കഴിഞ്ഞാലും തീരില്ല. അത്രയും കഥകളാണ് അതിൻ്റെ അകത്തുള്ളത്. അതാകെയുള്ളത് 20 മിനിറ്റേ ഉള്ളൂ. എന്താ നമ്മൾ എവിടെയാ പറയുക? എവിടെയും പറയാൻ പറ്റില്ല. എന്നാലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ടുവയ്ക്കാം നമുക്ക്. ആദ്യം തന്നെ സ്വയംഭുവ മനുവിന്റെ കഥയിലേക്ക് വീണ്ടും കടന്നുകൊണ്ട് പറയുകയാണ്. അങ്ങനെ സ്വയംഭുവ മനുവിന് പുത്രന്മാരില്ലാതിരുന്നൊരു കാലം. അങ്ങനെ സ്വയംഭുവ മനു തന്റെ പരമഗുരുവായ വസിഷ്ഠരെ വിളിച്ചുകൊണ്ട് മനു പറഞ്ഞു ഒരു പുത്രനെ വേണമെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ശ്രദ്ധാദേവി. അപ്പൊ പറഞ്ഞു ഇങ്ങനെ പുത്രന് വേണമെന്ന് പറഞ്ഞപ്പോ ശരി ഞാൻ യാഗം ചെയ്യാം. പണ്ടൊക്കെ പുത്രന്മാരല്ലെങ്കിൽ പുത്രകാമേഷ്ടി യാഗം ചെയ്ത് പായസം വരുത്തി ഭാര്യയ്ക്ക് കൊടുത്ത ഗർഭിണിയാവും. ഇന്ന് പായസം വരും കുട്ടികളുണ്ടാവുമെന്നറിയില്ല. അപ്പോ ഇങ്ങനെയൊക്കെ പുത്രകാമേഷ്ടി യാഗമൊക്കെ ചെയ്ത് പുത്രനെ വരുത്തുകയാണ്. ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഭാര്യ ചെന്ന് ചോദിച്ചു എന്ത് മന്ത്രമാണ് നിങ്ങൾ ചൊല്ലുന്നത്? അപ്പൊ പറഞ്ഞു ആൺകുട്ടി വേണമെന്ന രാജാവ് പറഞ്ഞു. അപ്പൊ അന്നൊക്കെ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ആൺകുട്ടി വരുള്ളൂ, പെൺകുട്ടി വരില്ല. ആൺകുട്ടി വേണമെന്നുള്ള മന്ത്രം ചൊല്ലാനാ പറഞ്ഞത്. ഉടനെ ഭാര്യ പറഞ്ഞു എനിക്ക് ആൺകുട്ടി വേണ്ട, പെൺകുട്ടി മതിയെന്ന്. സംസ്കൃതത്തിൽ ആണിനെ പെണ്ണാക്കാൻ വലിയ പ്രയാസമില്ല. പുത്ര എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആണ്, പുത്ര നീട്ടി വിളിച്ചാൽ പെണ്ണായി. അപ്പോ അങ്ങനെ ആണിനെ പെണ്ണാക്കാൻ അവർക്ക് മന്ത്രം ചൊല്ലി അവർ പെണ്ണാക്കി. പായസം വന്നു, ഭാര്യ പായസം കഴിച്ചു, പ്രസവിച്ചു പെൺകുട്ടി. പെൺകുട്ടിയും കൊണ്ട് രാജാവിന്റെ അടുത്ത് ചെന്നപ്പോ രാജാവിന് വല്ലാത്ത സങ്കടമായി. രാജാവ് പറഞ്ഞു എനിക്ക് ആൺകുട്ടിയായിരുന്നല്ലോ വേണ്ടത്, ഇതെങ്ങനെ പെൺകുട്ടിയായി തീർന്നത്? ഉടനെ ഗുരുവിനെ വരുത്തിയിട്ട് പറഞ്ഞു ഇക്കണക്കിനാഴ്ച ഇനി മന്ത്രം ചൊല്ലണ്ട നിങ്ങളെന്ന്.
അതെന്താ രാജ്യം എന്ന് ചോദിച്ചു. കുട്ടി ആൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലി പെൺകുട്ടി, നാളെ എനിക്ക് ദീർഘായുസ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മന്ത്രം ചൊല്ലി എന്റെ ശരീരം ജഡമായി തീരുള്ളൂ എന്ന്. കാരണം നിങ്ങളുടെ മന്ത്രങ്ങളൊക്കെ ആ തരത്തിലേക്കാണ് പോകുന്നത് എന്ന്. വസിഷ്ഠർക്ക് വല്ലാത്ത ദുഃഖമായി, എന്താ അങ്ങനെ സംഭവിച്ചതെന്ന്. അദ്ദേഹം കണ്ണടച്ച് ധ്യാനം ചെയ്തു, എന്താ എവിടെ അപകടം പറ്റിയെന്ന്. അപ്പൊ നോക്കുമ്പോ തന്റെ ശിഷ്യം പറ്റിക്കല. ഇവൻ പുത്ര ചൊല്ലേണ്ടതിന് വരെ പുത്ര നീട്ടി ചൊല്ലി, അതാ കുഴപ്പമുണ്ടായത്. അവനെ വിളിച്ചു, തന്നോട് ആരോട് മന്ത്രം മാറ്റാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാനല്ല സാർ മാറ്റിയതെന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, പുത്രി മതി. അപ്പൊ ഞാൻ മന്ത്രം നീട്ടി ചൊല്ലി. ഉടനെ രാജാവിനോട് പറഞ്ഞു, ഞങ്ങളല്ല കുഴപ്പക്കാര്, അങ്ങയുടെ ഭാര്യ കുഴപ്പമുണ്ടാക്കിയിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞാൽ ശരിയാവുമോ? ഉടനെ രാജാവ് പറഞ്ഞു, എനിക്കതൊന്നും അറിയണ്ട, പുത്രന് വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങയോട് പറഞ്ഞത്, എനിക്ക് പുത്രൻ തന്നെ വേണമെന്ന്. അങ്ങനെ വസിഷ്ഠർക്ക് അതിനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഇന്നിപ്പോ ഓപ്പറേഷനൊക്കെ വേണം. വസിഷ്ഠർ തന്റെ യോഗശക്തി കൊണ്ട് ആ പുത്രിയെ പുത്രനാക്കി കൊടുത്തു. അങ്ങനെ പ്രദ്യുപ്നൻ എന്ന് പേരും കൊടുത്തു. നോക്കണേ, അയാളുടെ ഒരു തലയിലെഴുത്ത് പെണ്ണായിട്ട് ജനിച്ച് ആണായിട്ട് മാറി. അങ്ങനെ സുദ്യുപ്നൻ എന്ന പേരും കിട്ടി. പേരൊക്കെ ഇട്ട് അങ്ങനെ ഇളാമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. പിന്നീട് സുദ്യുപ്നൻ എന്നുള്ള പേരൊക്കെ ആള് വളർന്ന് 10, 16, 17 വയസ്സായി. ഒരു ദിവസം മന്ത്രിമാരുടെ കൂടെ കാട്ടിൽ മൃഗയാവിനോദത്തിന് പോയി. അങ്ങനെ മൃഗയാവിനോദം ചെയ്ത് ഒരു പ്രത്യേക ഏരിയയിലേക്ക് കടന്നപ്പോ ആ ഒരു നിമിഷം പോയവരും കുതിരകളൊക്കെ പെണ്ണുങ്ങളായി തീർന്നു. നോക്കുമ്പോ ശരീരത്തിൽ ചുരിദാറൊക്കെയാണ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പോയത്. ഇതെങ്ങനെ ഞാൻ പെണ്ണായി തീർന്നു? അത്ഭുതമായി. അങ്ങനെ ആ ഒരു നിമിഷം അവിടേക്ക് സോമന്റെ പുത്രൻ ബുധൻ വന്നു. സോമൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എടപ്പള്ളിയുള്ള സോമനല്ല, സാക്ഷാൽ സോമദേവൻ തന്നെ. അദ്ദേഹത്തിന്റെ പുത്രൻ ബുധൻ കടന്നു വന്നു. ബുധൻ ഇവളെ ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും അനുരക്തരായി വിവാഹം കഴിച്ചു. അപ്പൊ ഞാനൊരു ആണായിരുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ മറന്നുപോയി. അതില് ഒരു പുത്രനുണ്ടായി, പുരൂരവസ് എന്നുള്ള പുത്രൻ. പുത്രനുണ്ടായതിനു ശേഷം തലയിൽ ബോധം വന്നത് ഞാൻ ആണായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഉടനെ വസിഷ്ഠരെ മനസ്സുകൊണ്ട് സ്മരിച്ചു. വസിഷ്ഠർ അവിടെ എത്തിച്ചേർന്നു. വസിഷ്ഠരോട് പറഞ്ഞു, എന്താ നോക്കൂ, ഞാൻ പെണ്ണായിട്ട് ജനിച്ചു, പിന്നെ നിങ്ങൾ ആണാക്കി, ഇപ്പൊ ഞാൻ വീണ്ടും പെണ്ണായിരിക്കണം, എന്താ ഇങ്ങനെ സംഭവിച്ചത്? ഉടനെ വസിഷ്ഠർ ഭഗവാൻ ശിവനെ സ്മരിച്ചുകൊണ്ട് നോക്കിയപ്പോ കണ്ടു, കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ മൃഗയാവിനോദത്തിന് തെരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ ഒരു അപകടമാണ്. അതെന്ത് പറ്റി? ആ സ്ഥലത്ത് പണ്ട് പരമശിവനും പാർവതിയും ദേവി ഇങ്ങനെ അനുരക്തരായിട്ട് അവരിങ്ങനെ കാമപീഡിതരായിട്ട് ഇരിക്കുകയായിരുന്നു അത്രേ. ആ സമയത്ത് പാർവതീദേവിയുടെ ശരീരത്തിൽ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് സപ്തർഷികൾ കടന്നു വന്നത്. അവർക്ക് ദേവിയുടെ അവസ്ഥ കണ്ടപ്പോൾ തോന്നി, ഇപ്പൊ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന്. അവർ തിരിച്ചുപോയി എന്നാണ്. ആ ഒരു സമയം ദേവി ഭർത്താവായ പരമശിവനോട് പറഞ്ഞു, ഇനി ആര് ഈ പ്രദേശത്തേക്ക് വരുന്നോ അവരൊക്കെ പെണ്ണുങ്ങളായി തീരട്ടെ എന്ന്. അങ്ങനൊരു ശാപം ആ സ്ഥലത്തിന് കൊടുത്തു എന്നാണ്. ഭർത്താവ് പിന്നെ പാർവതീദേവി പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളിപ്പോ ആ സ്ഥലത്തേക്കാണ് കടന്നത്, അതുകൊണ്ടാണ് പെണ്ണുങ്ങളായി തീർന്നത് എന്ന്. അല്ല, ഇനിയിപ്പോ അവിടുന്ന് പുറത്തു കിടന്ന ആണുങ്ങളാവോ? അതൊട്ടില്ലതാനും. അവിടെ ഏത് രൂപത്തിൽ അങ്ങോട്ട് ചെന്നോ അവിടെ എത്തിയാൽ ഏത് രൂപമായോ പിന്നെ ആ രൂപം തന്നെ. അങ്ങനെയാണ് പെണ്ണുങ്ങളായി തീർന്നത്. ഏതായാലും ആ സ്ഥലം എവിടെയാണെന്ന് ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കായിരുന്നു ആ സ്ഥലം. ഏതായാലും ഇപ്രകാരം പറഞ്ഞ, അല്ല അങ്ങയുടെ എനിക്കിപ്പോ ചോദ്യം, അങ്ങയുടെ യോഗശക്തിക്കാണോ ശക്തിയുള്ളത്, അതോ പരമശിവൻ കൊടുത്ത വരത്തിനാണോ ശക്തിയുള്ളത്? ഗുരുവിനല്ലേ ശക്തിയുള്ളത്? വസിഷ്ഠരാകെ കൺഫ്യൂഷനായി. ഏതായാലും വസിഷ്ഠർ പരമശിവനെ സ്മരിച്ചു. ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. പറഞ്ഞു, അങ്ങയുടെ വരം അതും നടക്കണം, എന്റെ വരവും നടക്കണം. ഞാൻ ഇയാളെ ആൺകുട്ടിയാക്കിയതാണ്, ഇപ്പൊ അങ്ങ് ഇയാളെ വീണ്ടും പെൺകുട്ടിയായിരിക്കണോ, അതുകൊണ്ട് ഇയാളെ വീണ്ടും ആൺകുട്ടിയാക്കാൻ ഒരു കൃപ കാണിക്കണമെന്ന്. ഇയാളുടെ അച്ഛന് കൊടുത്ത വാഗ്ദാനാണ്, അത് മാറാൻ പറ്റില്ല. ഉടനെ പരമശിവൻ പറഞ്ഞു, പാർവതീദേവിക്ക് കൊടുത്ത പ്രതിജ്ഞ ഞാൻ ലംഘിക്കില്ല. ഒരു കാര്യം ചെയ്യും, ഒരു ഇളവ് കൊടുക്കുക ഇയാൾക്ക്. എന്താണ്? 1 മാസം ഇയാൾ ആണാവട്ടെ, 1 മാസം ഇയാള് പെണ്ണാവട്ടെ. ഇപ്പൊ 1 മാസം ഇയാള് ആണായിരിക്കുമ്പോ രാജാവിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു റൗണ്ടൊക്കെ ചുറ്റും. പിന്നെ 1 മാസം ഇയാളെ കാണില്ല. പ്രജകളൊക്കെ പോയി നോക്കും, കൊട്ടാരത്തിൽ നോക്കുമ്പോ എന്താ, ചുരിദാർ എടുത്തുണ്ടാവും, അകത്ത് ആള് നടക്കണം. ആളുകൾ കളിയാക്കാൻ തുടങ്ങി. 1 മാസം ആണോ 1 മാസം പെണ്ണോ, നാണോ ഇല്ലാത്ത രാജാവ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അവസാനം ഇദ്ദേഹം അവിടെ നിന്നും പുരൂരവസ്ഥരെ രാജ്യമേൽപ്പിച്ചുകൊണ്ട് കാട്ടിലേക്ക് തപസ്സിന് വേണ്ടി പോയി എന്ന് കഥ പറയാണ്. തഥ പരിണതേകാലേ പ്രതിഷ്ഠാന പതിപ്രഭു പുരൂരവസ്സ ഉത്സൃജ്യ ഗാം പുത്രായ ഗതോവനം. അങ്ങനെ അവിടെ നിന്നും കാട്ടിലേക്ക് പോയി. എന്താ ഇങ്ങനെയൊക്കെ ഒരു കഥ ഭാഗവതം പറയുന്നത്? ആണും പെണ്ണും ആയ കഥ, പിന്നെ ആണും പെണ്ണും അല്ലാത്തൊരു കഥയ്ക്ക്. ഈ കഥ കൊണ്ടൊക്കെ ഭാഗവതം എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഏത് മനുഷ്യനായാലും ശരി അവന്റെ ഉള്ളിൽ കാമനകളൊക്കെ ഉണ്ടായിരിക്കും.
ആണായാലും ശരി പെണ്ണായാലും ശരി ഒരേ മനസ്സുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും ശരീരമെടുത്തവനാണ് ഈ സുദ്യുമ്നൻ എന്ന് പറയുന്ന കുട്ടി. അങ്ങനെ രണ്ട് ശരീരങ്ങളിലൂടെയും അനുഭവങ്ങൾ അനുഭവിച്ചിട്ടും അവസാനം തന്റെ മനസ്സിന് ശരീരങ്ങളിലൂടെ തൃപ്തി വരില്ല എന്ന ബോധ്യം വന്ന് കാട്ടിലേക്ക് തപസ് ചെയ്യാൻ പോയി എന്നാണ് കഥ. ഏത് ശരീരത്തിനും നമ്മളെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ശരീരം പ്രകൃതിയുടെ ഭാഗമാണ്. ഏത് ഇന്ദ്രിയങ്ങൾക്കും ഒരു പരിധിവരെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റും. ഏതൊരു സാധനം നിങ്ങൾ അമിതമായി കഴിച്ചു നോക്കൂ, നാവ് പറയും ഇനി പറ്റില്ല കേട്ടോ. പായസം ശരിയാണ്, ചക്കപ്പായസമായാലും ശരിയാണ്, ഒരു 2-3 ഗ്ലാസ്സൊക്കെ കഴിക്കാൻ പറ്റും. പോട്ടെ 5 ഗ്ലാസ് കഴിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് 5 ഗ്ലാസ്സൊക്കെ കഴിച്ചാൽ അപ്പം ബോധക്കേട് വീഴും. അയാൾക്ക് പിന്നെ അനസ്തീഷ്യ കൊടുക്കാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അത് ഇങ്ങനെയൊക്കെ നമ്മുടെ നാവിന് ഒരു പരിധി കഴിഞ്ഞാലല്ലോ മടുത്തു പോകും. അതേ സാധനം മടുത്തു പോകും. പിന്നെ നമുക്ക് വേണ്ട തോന്നിപ്പോവും. ഇതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സീരിയലാണെന്ന് വിചാരിക്കും. ഒരേ സീരിയൽ തന്നെ ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അവർ കാണിക്കണമെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ പ്രതിജ്ഞ ഈശ്വര ഞാൻ TV കാണില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് ഭക്ഷണമായാലും ഏത് വസ്തുവായാലും റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ മടുത്തു പോകും. നിങ്ങൾക്ക് സപ്താഹത്തിന് ഇനി അങ്ങനെ ഒരു സപ്താഹം നമ്മൾ നടത്താമെന്ന് വിചാരിക്കുക. 3 നേരം ഇഡ്ഡലി, അത് 7 ദിവസവും. പിന്നെ നടത്തുന്നവർ പോലും ഉണ്ടാവില്ല. രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ഇഡ്ഡലി, വൈകുന്നേരം ഇഡ്ഡലി, പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലി, വൈകുന്നേരം ഇഡ്ഡലി, എല്ലാ സമയത്തും ഇഡ്ഡലി ആയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഇത് നമുക്ക് മടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നേരം വ്യത്യസ്ത പലഹാരങ്ങൾ വരുന്നുണ്ട്. ഇന്ന് ഇഡ്ഡലി, നാളെ ഇഡ്ഡലി ആകുമ്പോൾ തന്നെ മനസ്സറിയോ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നല്ലോ എന്ന്. ഉപ്പുമാവായ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു വൈവിധ്യം വേണമെന്ന് പറയാണ്. ഇതാണ് മനസ്സിന്റെ പ്രത്യേകത. അപ്പൊ മനസ്സ് എത്രയെത്ര ഏതൊക്കെ ശരീരത്തിലൂടെ അനുഭവങ്ങൾ അനുഭവിച്ചാലും ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് തൃപ്തി വന്നിട്ടുണ്ടെന്ന്. ലോകം എത്രയോ കീഴടക്കിയ ചക്രവർത്തിമാരുണ്ട്, മുസോളിനിമാരുണ്ട്, ഹിറ്റ്ലർമാരുണ്ട്, അവരൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തൃപ്തിയായിട്ടുണ്ടെന്ന്. ജീവിതത്തിൽ സംതൃപ്തി കൈവരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ. അതെന്താണ്? ഈശ്വരപ്രേമം തന്നെ. കാരണം തൃപ്തി ഇരിക്കുന്നത് മനസ്സിലല്ല, തൃപ്തി ഇരിക്കുന്നത് ഭഗവാനിലാണെന്ന് മറന്നു പോകരുത്. ആവർത്തിക്കട്ടെ, സുഖം, സന്തോഷം, ആനന്ദം, സംതൃപ്തി ഇതൊക്കെ ഇരിക്കുന്നത് ഭഗവാനിലാണെങ്കിൽ ആ ഭഗവത് പ്രേമത്തിലൂടെ മാത്രമേ ഇതെല്ലാം നിത്യനിരന്തരം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിപ്പിക്കുന്നു. പിന്നീട് പുരൂരവസിന്റെ വംശം, ആ കഥയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവിടെ മറ്റൊരു കഥ പറയാണ്. ആ മനുവിന്റെ മറ്റൊരു പുത്രനായിരുന്നു പ്രഷദ്രൻ എന്ന് പറയുന്ന ആള്. പ്രഷദ്രൻ അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം ഗുരുകുലത്തിൽ അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. പണ്ടുകാലത്ത് കുട്ടികളായിരിക്കുമ്പോൾ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കും. ഗുരു അദ്ദേഹത്തിനെ പശുവിനെ നോക്കാൻ കാവലേൽപ്പിച്ചു. അങ്ങനെ പശുവിനെ രാത്രി കാവൽ നോക്കണം. പുലികളോ വല്ല സിംഹങ്ങളോ ഒക്കെ വരുന്നതൊക്കെ നോക്കിയിരിക്കണം. ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കാവൽ നിൽക്കുമ്പോൾ ഒരു പുലി എങ്ങനെയോ തൊഴുത്തിൽ കയറിക്കൂടി. അതേതോ ഒരു പശുവിനെ കടന്നു പിടിച്ച് ആക്രമിക്കുന്ന ശബ്ദം കേട്ടപ്പോ ഈ പ്രഷദ്രൻ ഓടി തൊഴുത്തിൽ ചെന്നപ്പോ കാണുന്ന കാഴ്ച ഒരു പുലി ഒരു പശുവിനെ കടന്നു പിടിച്ചതാണ്. എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞോങ്ങി ഒരൊറ്റ വെട്ടുകൊടുത്തു കൈകൊണ്ട്, വാളുകൊണ്ട്. ആ പുലി കരയുന്നത് കേട്ടു, പശുവും കരയുന്നത് കേട്ടു. എന്തായാലും പുലി ചത്തു എന്ന് വിചാരിച്ച് തിരിച്ചു വന്നു. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പോയി നോക്കിയപ്പോൾ കാണുന്നത് പശുവിന്റെ തല വെട്ടിക്കിടക്കുന്നുണ്ട്, ആ പുലിയുടെ വാലിന്റെ ഒരു കഷ്ണമുണ്ട്. പുലിക്ക് വെട്ടുകൊണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോ ശപിച്ചു ഗുരുനാഥൻ, നീ ഒരു ശൂദ്രനായി ജനിക്കട്ടെ എന്ന്. അങ്ങനെ ഒരു രാജാവിന്റെ ജന്മം കിട്ടിയിട്ടും ശൂദ്രനായിട്ട് ജനിക്കട്ടെ എന്ന് ശാപം കിട്ടിയപ്പോ ആ കുട്ടി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയില്ല എന്ന്. നേരെ ഒരു ഗുരുനാഥനെ അന്വേഷിച്ച് പോയിക്കൊണ്ട് അവിടെ വെച്ചിട്ട് ഭാഗവതം പറയുന്നു. ഏവം വൃത്തോവനം ഗത്വാ ദൃഷ്ട്വാ ദാവാഗ്നിമുത്തിതം തേനോപയുക്തകരണോ ബ്രഹ്മപ്രാപരം മുനി. ഇപ്രകാരം വാസുദേവേ ഭഗവതി സർവാത്മനി വരേ മനെ ഏകാന്തിത്വം ഗതോ ഭക്ത്യാ സർവഭൂതസുഖസമാ വിമുക്തസംഗശാന്താത്മാ സംയദാക്ഷോ പരിഗ്രഹ യദൃച്ഛയോപവന്നേന കൽപ്പയൻ വൃത്തിമാത്മന ആത്മന്യാത്മാനമാദായ ജ്ഞാനദൃപ്തസമാഹിത വിചാരമഹീമേതാം ജഡാന്തവതി ബദിരാകൃതി. ഇപ്രകാരം ജീവിതത്തിൽ ഭഗവാൻ വാസുദേവനെ തന്നെ ഭജിച്ചുകൊണ്ട് പ്രേമത്തോടെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ആ രാജാവിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭഗവത് പ്രാപ്തി നേടി. അതുകൊണ്ട് ഗുരുവിന്റെ ശാപം ഫലിച്ചില്ല പ്രിയൻ. അപ്പൊ ശാപത്തെ പോലും അതിവർത്തിക്കാൻ ഭഗവത് ഭക്തി കൊണ്ട് സാധിക്കും.
ആ ഭക്തിക്ക് അത്രയും ശക്തിയുണ്ട് പ്രിയാണ്. നോക്കൂ, നീ ശൂദ്രനായിട്ട് ജനിക്കട്ടെ എന്ന് ഗുരു ശപിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവത് പ്രാപ്തി ഈ കുട്ടി നേടിയെന്നാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അറിയാതെ തന്റെ കയ്യിൽ നിന്ന് വന്നു പോയ പാപം, ആ പാപത്തിനും അയാളെ തൊടാൻ സാധിച്ചില്ല, ഗുരുവിന്റെ ശാപത്തിനും തന്നെ തൊടാൻ സാധിച്ചില്ല. ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. നീ എത്ര പാപം ചെയ്തവനാവട്ടെ, അല്പം ഭക്തിയിലേക്ക് നിനക്ക് ഉയരാൻ സാധിച്ചാൽ പിന്നെ ഒരു പാപത്തിനും നിന്നെ തൊടാൻ പോലും സാധ്യമല്ല. ജന്മാന്തരം ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് പോലും നിന്നെ മുക്തമാക്കാൻ സാധിക്കും. ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗവും ഉപസംഹരിപ്പിക്കുന്നു. പിന്നെ നാഭാഗൻ എന്ന് പറയുന്ന ആ വംശത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കവി എന്ന് പറയുന്ന ഒരു പുത്രന്റെ കഥ പറയുമ്പോൾ, അച്ഛനെ ഓഹരിയായിട്ട് വെച്ച് മക്കള് സ്ഥലമൊക്കെ ഓഹരി വെച്ചപ്പോ ഒരു പുത്രന് ഓഹരി വെച്ചില്ല. അയാള് വിദ്യാർത്ഥിയായിട്ട് ഗുരുകുലത്തിലേക്ക് പോയ സമയം നോക്കിയിട്ടാണ് ഓഹരി വെച്ചത്. മകൻ തിരിച്ചു വന്നപ്പോ, അനുജൻ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, എനിക്കുള്ള ഓഹരി ഏതാണ്? പറഞ്ഞു, നിനക്ക് ഓഹരിയായിട്ട് വെച്ചിരിക്കുന്നത് അച്ഛനെയാണെന്ന്. നോക്കണേ, അച്ഛനെ ആരെങ്കിലും ഓഹരി വെക്കുമോ? ഉടനെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നിങ്ങളാണല്ലോ എന്റെ ഓഹരി എന്ന്. ഉടനെ അച്ഛൻ പറഞ്ഞു, മോനെ, ആൾക്കാരെ ആരും ഓഹരി വെക്കാറില്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു കാലം വരുമെന്ന് അറിയാൻ പറ്റില്ല, ഏതായാലും അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ നോക്കി. ഇങ്ങനെയാണല്ലോ ജ്യേഷ്ഠന്മാരെ പറഞ്ഞിരിക്കുന്നത്, അത് നിന്നെ കളിയാക്കിയതാണ്, ഏതായാലും നീ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ നിന്ന് കുറച്ച് ദൂരെ കുറെ പ്രധാനപ്പെട്ട ഋത്വിക്കുകൾ, പൂജാരികൾ ഒരു യാഗം ചെയ്യും. അവർക്ക് 6ാമത്തെ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവില്ല. അപ്പൊ നീ ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവരെ സഹായിച്ചാൽ യാഗ അവശിഷ്ടങ്ങളൊക്കെ നിനക്ക് കിട്ടും, അത് നിനക്ക് ജീവിക്കാൻ ധാരാളം മതിയാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. അവിടെ ചെന്നു, പറഞ്ഞതുപോലെ സംഭവിച്ചു. ആ മന്ത്രങ്ങളൊന്നും അവർക്ക് ഓർമ്മ വന്നില്ല, അത് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ കുട്ടിക്ക് കൊടുത്തപ്പോൾ ഒരു കറുത്ത രൂപത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, കുട്ടി, അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്. ഉടനെ കുട്ടി പറഞ്ഞു, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന്. അങ്ങ് ആരാണെന്ന് ചോദിച്ചു. ഞാൻ ആരായാലും അത് എനിക്ക് അവകാശപ്പെട്ടതാണ്, നീ അച്ഛനോട് പോയി ചോദിക്കുമെന്ന്. അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, കറുത്ത രൂപത്തിൽ ഒരാൾ വന്നിട്ട് അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാരാണെന്ന്. ഉടനെ പറഞ്ഞു, ശരിയായിരിക്കാം, അത് രുദ്രഭഗവാനാണ്, യാഗത്തിന്റെ ശിഷ്ടം രുദ്രഭഗവാൻ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഓടി വന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ്ടും നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഒരബദ്ധം പറ്റി, എന്റെ അച്ഛൻ പറഞ്ഞു അങ്ങേക്ക് തന്നെയാണ് അവകാശപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ആ രുദ്രഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞ് ആ കുട്ടിക്ക് അതെല്ലാം കൊടുത്തു എന്ന് മാത്രമല്ല ജ്ഞാനോപദേശം ചെയ്ത് ആ കുട്ടിയെ ഉയർത്തിയതാണ്. അപ്പൊ നോക്കൂ, ജീവിതത്തിൽ ഇതൊരു വലിയൊരു പാഠമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ടത് ഭഗവത് ഭക്തി തന്നെയാണ്. ആ ഭക്തിയാണ് സമ്പത്തായി കാണുന്നതെങ്കിൽ നമുക്കൊരിക്കലും അധപ്പതനം വരില്ല എന്നിവിടെയൊക്കെ കാണിച്ചു തരികയാണ്. നമ്മൾ ഉയരുക മാത്രമേ ഉള്ളൂ, ഒരിക്കലും താഴില്ല. ഭഗവാൻ നമ്മളെ ഉയർത്താനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ കണ്ട് ഉയർത്തിയിരിക്കും. അത്രയും നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം, ഭഗവാനുള്ള ദൃഢമായ ശ്രദ്ധയുണ്ടാവണം. അതുകൊണ്ട് ഗീതയിൽ പറയും ഭഗവാൻ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവർക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. ആർക്കാണോ അല്പമെങ്കിലും സംശയമുള്ളത്, സംശയാത്മാ വിനശ്യതി, ഭക്തിയിൽ അല്പം പോലും സംശയം തോന്നരുത്, ദൃഢത വേണം. ഇങ്ങനെ ഭഗവാൻ എന്റെ കൂടെയുണ്ട്, ആ ബോധ്യത്തിൽ നമുക്ക് നല്ലവണ്ണം ജീവിക്കാൻ സാധിക്കണം. ഞാൻ എന്തിനു സംശയിക്കണം? ഭഗവാൻ വരുമോ, തരുമോ, കിട്ടില്ലേ? നമ്മൾ പോകുന്നതേ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭക്തിയിലൊക്കെ സംശയമാണുള്ളത്. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ സംഭവിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കൂ എന്നുള്ള സംശയത്തിലാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിക്കണം. ഭഗവാൻ അനുഗ്രഹിക്കുന്നു വിചാരിക്കുന്നു, ആ വിചാരിക്കലു തന്നെ സംശയമാണ്. വിചാരിക്കല്ല വേണ്ട, സംഭവിക്കും എന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കണം. അതത്രയും ദൃഢത വേണമെന്ന് പറയാം. പിന്നീട് അടുത്ത കഥയാണ് ഭാഗവതത്തിലെ അതിമനോഹരമായ മറ്റൊരു കഥ, അംബരീഷ ചരിതം എന്ന് പറയുന്ന കഥ. നാഭാഗവംശത്തിലുണ്ടായ ചക്രവർത്തിയാണ് അംബരീഷൻ. അദ്ദേഹം 7 ദ്വീപന്റെ അധിപനായിരുന്നു, 7 ദ്വീപിന്റെ ചക്രവർത്തിയായിരുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര രത്നങ്ങളും ആഭരണങ്ങളും അദ്ദേഹത്തിന്റെ കൈവശത്തിലുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടാത്ത ദുർലഭമായ സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ഭാഗവതം പറയുന്നു അതൊന്നും അദ്ദേഹം സമ്പത്തായി കണക്കാക്കിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വാസുദേവേ ഭഗവതി തൽഭക്തേഷു സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേതം ലോഷ്ടവസ്മൃതം. ഭഗവാൻ വാസുദേവനും ഭക്തന്മാരും തന്നെയായിരുന്നു. അങ്ങനെ ഭഗവത് ഭക്തിയിൽ നല്ലവണ്ണം ദൃഢമായി മനസ്സിനെ വെച്ചുകൊണ്ട് ആ പ്രേമത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നാണ്.
അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. സവൈ മനകൃഷ്ണപദാരവിന്ദയോ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോഹരേ മന്ദിരമാർച്ചനാദിഷു ശ്രുതിം ചകാരാച്യുത സൽക്കദോദയേ. തന്റെ മനസ്സിനെ കൊണ്ട് പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. കരങ്ങളെക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തി. ചെവിയിലൂടെ ഭഗവത് ശ്രവണം ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തി. അദ്ദേഹത്തിന് സമയമില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ആളുകൾക്കും ഇന്ന് അതാ ഒരു പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സമയം എവിടെയാ സമയം ഒക്കെ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വരണ്ടേ, വളരെ ബുദ്ധിമുട്ടല്ലേ എന്നാണ്. പലതിനും സമയമില്ല. എന്നാൽ സീരിയൽ കാണാൻ സമയമുണ്ട് അവർക്ക്, രാവിലെ പത്രം തിരിച്ചും മറിച്ചും വായിക്കാൻ 3 വട്ടം വായിക്കാൻ സമയമുണ്ട്, അങ്ങനെയൊക്കെയുള്ളതിൽ സമയമുണ്ട്. ഇതിന് സമയമില്ല എന്നൊരാൾ പറഞ്ഞ നുണയാണ്. ഏതായാലും അങ്ങനെയൊക്കെ നമ്മുടെ നാവുകൊണ്ട് പറയരുത്. പിന്നെ ഭഗവാൻ നല്ലവണ്ണം സമയം ഉണ്ടാക്കി തരും. എങ്ങനെ? ബാത്റൂമിൽ വീഴ്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് വീണ് അവിടെ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ പിന്നെ നമ്മൾ പറയും, ഗുരുവായൂരപ്പ ഇപ്പൊ ഒരുപാട് സമയമുണ്ടല്ലോ എന്ന്. ആ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടിലോ കാലിങ്ങനെ തൂക്കിക്കൊണ്ട് മേലോട്ട് നോക്കി കിടക്കുമ്പോൾ പിന്നെ സമയം നമുക്ക് ധാരാളം കിട്ടും. അതുകൊണ്ട് അറിയാതെയെങ്കിലും പറഞ്ഞു പോകരുത് ഈശ്വര സമയമില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് സമയം കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ നമ്മളോട് പറയാറുണ്ട്, ഒന്നിനും സമയമില്ല എന്ന്. എനിക്കുണ്ടല്ലോ സമയം, ഇതൊക്കെ കേൾക്കണം എന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ ലീവ് എടുത്തിട്ട് കേൾക്കാമെന്ന്. അടുത്ത പ്രാവശ്യം വേണ്ടി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ ആക്സിഡന്റ് പറ്റിയിട്ട് ആള് കിടക്കണം. അത് വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് കിടക്കുകയാണെന്ന്. ചോദിച്ചപ്പോൾ അങ്ങേക്ക് കിടക്കാൻ സമയമുണ്ടോ ചോദിച്ചു. അല്ല പിന്നെ എന്താ ചോദിക്കാനുള്ളത്? അങ്ങനെ കിടന്ന കിടപ്പിൽ 1 മാസം അയാളെ കിടത്തി പറയാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് അറിയാതെങ്കിലും പറഞ്ഞു കൊടുത്ത്, ഭഗവാനെ ഇതിനൊന്നും എനിക്ക് സമയമില്ലല്ലോ എന്ന്. ഭഗവാൻ കണ്ടെത്തിത്തരും വേണ്ടത്ര സമയം. പിന്നെ ആ സമയം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള പ്രശ്നമായിരിക്കും ബാക്കിയുള്ള കാര്യം. ഏതായാലും ഇങ്ങനെ അദ്ദേഹം സമയം കണ്ടെത്തിയെന്നാണ്. എന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഭഗവാനെ ഭജിച്ചത്? 24 മണിക്കൂറും പൂജാമുറിയിൽ ഇരുന്ന് ഭജിച്ചുവോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഭജനം പറയാണ്, സയുക്തം ഭക്തിയോഗേന തപോയുക്തേന ഭക്തിവാൻ സ്വധർമ്മേണ ഹരിം പ്രീണൻ സർവാൻ സംഘാൻ ശനേജഹു. അദ്ദേഹം സ്വധർമ്മേണ ഹരിം പ്രീണൻ. അദ്ദേഹം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലൂടെ ഭഗവാനെ ഭജിച്ചു എന്ന്. ഭാര്യയെ സ്നേഹിക്കുമ്പോൾ, മക്കളെ സ്നേഹിക്കുമ്പോൾ, അതുപോലെ ഭർത്താവിന്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, രാജാവിന്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ചെയ്തു എന്ന് വെച്ചാൽ ഭഗവത് പ്രേമത്തിലൂന്നിക്കൊണ്ട് അദ്ദേഹം തന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരു വ്രതം നോറ്റു, ദ്വാദശി വ്രതം. അങ്ങനെ ആ വ്രതം നോറ്റ് അദ്ദേഹം ഉപസംഹരിപ്പിക്കാൻ, ധാരണ ചെയ്ത് ഉപസംഹരിപ്പിക്കാൻ നിശ്ചയിക്കുമ്പോഴാണ് ദുർവാസ മഹർഷി കയറി വരുന്നത്. അതെന്താ വ്രതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപവാസത്തെക്കുറിച്ച് പറയുകയാണ്. ഏകാദശി വ്രതം, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങൾ നോൽക്കുന്നവരാണല്ലോ നമ്മൾ ഭൂരിപക്ഷ ആളുകളും. അപ്പൊ ഈ കാര്യവും ഒന്ന് എടുത്തു പറയണം. കാരണം പലരും ഇതൊക്കെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഏകാദശി അതുപോലെ ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ മലയാളികൾക്കൊരു ധാരണ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ വ്രതം എടുക്കുന്ന ആളുകൾക്കൊരു ധാരണ ഉണ്ട്, അന്ന് ഗോതമ്പിന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏകാദശി വ്രതാവുന്നു, അതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകാദശി വ്രതാവുന്നു. അത് വാസ്തവത്തിൽ തെറ്റാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ ഇവിടെ അരിഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗോതമ്പുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചേഞ്ച് ഭക്ഷണത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നോക്കൂ, അവർ ഗോതമ്പല്ല കഴിക്കാന്ന്, അവർ സാബുദാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതാ കഴിക്കാന്ന്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അതാണ് പ്രധാനമായിട്ട് അവർ കഴിക്കുക. അപ്പൊ അവർക്കതും നമുക്ക് ഇതും പറഞ്ഞിരിക്കുന്നത് അന്ന് ഗോതമ്പ് വളരെ റയറായിരുന്നു. ഇന്ന് ദിവസവും ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഗോതമ്പ് കഴിക്കാത്ത ദിവസമില്ല നമ്മൾ. എന്നിട്ട് നമ്മൾ ഏകാദശി ദിവസം ഗോതമ്പ് കഴിച്ചാൽ ആ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ അത്? ഗോതമ്പിലല്ല ഏകാദശി ഇരിക്കുന്നത്, ഉപവാസം എന്ന് അതിനെ വിളിക്കുക. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് വാസം എന്നല്ല. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപ്പുമാവ് കഴിച്ചിട്ട് ഏകാദശി എന്ന് പറയുന്നത് തോന്നിവാസാണത്. അത് ഏകാദശി എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. പിന്നെന്താണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കലാണ് ഉപവാസം. വെള്ളം പോലും, വാസ്തവത്തിൽ വെള്ളം പോലും കുടിക്കരുത്, ആ വെള്ളം കുടിച്ചോളൂ എന്നുള്ള കുഴപ്പമില്ല. എന്നിട്ട് എന്ത് വേണം? ഏകാദശി എന്ന് പറഞ്ഞാൽ ഏകമായ തത്വത്തെ ഇന്ദ്രിയങ്ങൾ, ദശ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് സ്മരണം ചെയ്യലാണ്. അതായത് മറ്റുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അന്ന് പൂർണ്ണ പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കേണ്ട ദിവസത്തെയാണ് ഏകാദശി എന്ന് പറയാം. അതൊരു മനസ്സിനുള്ള ട്രെയിനിങ് ആണ്.
ഒന്നും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് മാത്രമല്ല, ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും വേണ്ടാത്തതൊന്നും ഉള്ളിലേക്ക് കഴിക്കാതെ, എന്നിട്ട് ഭഗവാനെ സ്മരിക്കാൻ ഒരു ദിവസം തെരഞ്ഞെടുക്കുമ്പോൾ എന്താ അതിൽ പ്രത്യേകത? നമുക്ക് മനസ്സിലാക്കാം, ഉള്ളിൽ എപ്പോഴും ശാന്തി, സമാധാനം, സ്വസ്ഥത ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്ന്. അത് നമുക്ക് കണ്ടെത്താനും അറിയാനും അനുഭവിക്കാനും അങ്ങനെയുള്ള അഭ്യാസങ്ങളിലൂടെ സാധിക്കുമെന്ന് പൂർവികന്മാര് കണ്ടെത്തിയിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളതൊക്കെ മറന്നിട്ട് അന്ന് നാവുകൊണ്ട് കുറെ ഗോതമ്പ് കഴിക്കും, പിന്നെ കണ്ണുകൊണ്ട് കുറെ TV കാണും, ഇങ്ങനെയൊക്കെ കുറെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഏകാദശി? ഗോതമ്പിലൂടെ ഈശ്വരൻ വന്ന് നമ്മൾ അനുഗ്രഹിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? പണ്ടൊരു കുരങ്ങൻ ഏകാദശി തൊട്ടൊരു കഥ കേൾക്കാറുണ്ട്. കുരങ്ങന് ഏകാദശി നോൽക്കണം എന്നൊരു മോഹം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുരങ്ങൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ഏകാദശി നോൽക്കുന്നതിന് മുമ്പ് മനസ്സിലൊരു ചിന്ത, ഞാൻ ഇന്ന് മുഴുവൻ പട്ടിണി കിടന്ന് ഏകാദശി നോറ്റാൽ വൈകുന്നേരം എണീക്കുമ്പം എനിക്ക് ശക്തിയില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക? പഴമൊന്നും കഴിക്കാനുള്ള ശക്തിയില്ലെങ്കിൽ ഞാൻ തളർന്നു പോവില്ലേ, മരിച്ചു പോവില്ലേ? ഒരു കാര്യം ചെയ്യാം, എവിടെന്നെങ്കിലും ഇത്തിരി പഴം അടുത്ത് കൊണ്ടുവച്ചിട്ട് മതി ഏകാദശി നോൽക്കലെന്ന്. വേഗം എവിടേക്കോ ചാടിപ്പോയി അടുത്ത പറമ്പെന്നൊരു കൊല പഴമൊക്കെ എടുത്തു കൊണ്ടുവന്ന് അടുത്ത് കൊണ്ടുവച്ചിട്ട് കണ്ണടച്ച് ഇങ്ങനെ ധ്യാനം ചെയ്യാൻ നിശ്ചയിച്ചു. അങ്ങനെ ഏകാദശി നോൽക്കാൻ നിശ്ചയിക്കുന്ന സമയത്ത് അടുത്ത ചോദ്യം വരികയാണ്, ഞാനിങ്ങനെ കണ്ണടച്ച് ഇവിടെ ധ്യാനിക്കുമ്പോൾ വേറെ വല്ല പഹയന്മാരും എടുത്തു കഴിക്കില്ലേ എന്ന്. അവരിപ്പോ കട്ടുകൊണ്ടുപോയില്ല എന്നുള്ള എന്താ ഉറപ്പ്? ഏതായാലും അതിനെ ഗുഹയിൽ കൊണ്ടൊളിപ്പിച്ചു വെച്ചു. എന്നിട്ട് തുടങ്ങി ധ്യാനം. അപ്പൊ അടുത്ത ചിന്ത വരികയാണ്, ഈശ്വര, ഞാനിങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ കഴിഞ്ഞ ഏകാദശിയൊക്കെ നോറ്റു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എണീക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ ആ ഗുഹ വരെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയില്ലേ? അത് വീണ്ടും അടുത്തെന്ന് കൊണ്ടുവച്ചു. വീണ്ടും അടുത്ത ചിന്ത, അല്ല, ഞാൻ എണീറ്റിട്ട് എനിക്ക് കൈകൊണ്ട് അതിന്റെ തോല് പൊളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ? കൈ തളർന്നിട്ടുണ്ടെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, തോല് പൊളിച്ചിട്ട് വെക്കാന്ന്. തോലെല്ലാം പൊളിച്ചെടുത്ത് വെച്ചു. പിന്നെ അടുത്ത ചിന്ത, ഞാനിങ്ങനെയൊക്കെ തപസ് ചെയ്തിട്ട് വൈകുന്നേരം എണീക്കുന്ന സമയത്ത് ആ പഴം എടുത്തിട്ട് എന്റെ വായയിലേക്ക് വെക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്യും, എപ്പോഴേ കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. പിന്നെ അതങ്ങോട്ട് നിറയെ കഴിച്ച് പിന്നെ കിടക്കണമാണ്. എന്താ? ഏകാദശിയാണത്രേ. ഇതുപോലെ നമ്മൾ മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ തന്നെ കൂർക്കം വലിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഏകാദശി നല്ല വിളിക്കുക, തോന്നിവാസി എന്നാ വിളിക്കുക. അതുകൊണ്ട് അങ്ങനെ തോൽക്കരുത്. പിന്നെന്താണ്? ഒന്നും കഴിക്കാതെ അന്ന് നമ്മളിൽ തന്നെ സുഖവും സന്തോഷവും ഉണ്ടെന്നൊക്കെ കണ്ടെത്തേണ്ട ദിവസമാണ് ഈ വ്രതങ്ങളൊക്കെ. ഏതായാലും രാജാവ് നോറ്റു. അദ്ദേഹം ഉപസംഹരിപ്പിക്കാൻ നിശ്ചയിക്കുമ്പോൾ ദുർവാസാവ് മഹർഷി കയറി വരുന്നു. ദുർവാസാവ് മഹർഷി കണ്ടതും കാലൊക്കെ കഴുകി ഭക്തിയാദരവോട് സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തിട്ട് ഭിക്ഷ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ സന്ധ്യാവന്ദനം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. എന്നാ തോർത്തുമുണ്ടൊക്കെ എടുത്തു കൊടുത്തു. അവിടുന്ന് കുളിച്ചിട്ട് വരികയാണ്. സന്ധ്യാവന്ദനത്തിന് വേണ്ടി കാളിന്തിയിലിറങ്ങി അതൊക്കെ കഴിഞ്ഞ് ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനത്തിൽ ലയിച്ചു പോയി. അദ്ദേഹം തിരിച്ചു വരാൻ പറ്റിയില്ല. ഇവിടെ പാരണ ചെയ്ത് ഉപസംഹരിപ്പിക്കേണ്ട സമയവുമായി. രാജാവ് പണ്ഡിതന്മാരോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, വിഷമല്ലേ രാജൻ, ഭക്ഷണമൊന്നും കഴിക്കേണ്ട, തീർത്തെടുത്ത് കഴിച്ചാൽ മതി. തുളസിയൊക്കെ ഇട്ട് ഇത്തിരി തീർത്ഥം കഴിക്കുമ്പോഴാണ് ദുർവാസാവ് മഹർഷി കയറി വരുന്നത്. ദുർവാസാവ് മഹർഷി എന്ത് കരുതി? ഇദ്ദേഹം മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുകയാണെന്ന്. കൊടുത്തൊരു ശാപം പോലെ വാക്കുകൾ. നീ എന്താ ഭക്തനാണോ? ഇങ്ങനെയാണോ അതിഥിയെ നിന്ദിക്കുക? ഇങ്ങനെയാണോ അതിഥികളോട് പെരുമാറുക? സ്വയം ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് തന്റെ ജടയെടുത്ത് നിലത്തൊരൊറ്റ അടി. അതിൽ നിന്നും ഭീമാകാരമായിട്ട് ബീഭത്സമായിട്ട് രൂപം വന്നു. അതിന് കൃത്തിക എന്ന് പേരിട്ടു. അത് രാജാവിന്റെ നേരെ വാളുമൂങ്ങിക്കൊണ്ട് കൊല്ലാനെടുത്തപ്പോ രാജാവ് നിന്ന നിൽപ്പിൽ നിന്ന് ഇളകിയില്ല എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ഉറച്ചു നിന്നു. കാരണം താൻ തെറ്റൊന്നും ചെയ്തില്ല, പിന്നെന്തിന് പേടിക്കണം? അങ്ങനെ നിന്ന സമയത്ത് ഭഗവാൻ തന്റെ വാക്കുകൾ സത്യമാക്കി തീർക്കാൻ സാധിപ്പിക്കാൻ അവിടേക്ക് സുദർശനമൂർത്തിയെ പറഞ്ഞയക്കുന്നു. ആ സുദർശനമൂർത്തി കൃത്തികയുടെ തല ഇറക്കണം. അത് കഴിഞ്ഞിട്ട് ദുർവാസാവ് നോക്കുമ്പോൾ ഈ സുദർശന ചക്രം തന്റെ നേരെ തിരിച്ചു വരുന്നു. നോക്കി, ഇത് പോവാനുള്ള വഴിയാണോ അതോ തന്റെ നേരെ തന്റെ തല എടുത്ത് കളയാനുള്ള വഴിയാണോ? നോക്കുമ്പോൾ തന്റെ തലയ്ക്ക് നേരെ വരുന്നത്. പിന്നെ ആലോചിച്ചില്ല, അവിടെ നിന്ന് മുണ്ടെല്ലാം മുറുക്കിയെടുത്ത് ഓടാൻ തുടങ്ങി. ആദ്യം തന്നെ ഓടിയെത്തിയത് ബ്രഹ്മാവിന്റെ അടുത്തേക്കാണ്. ബ്രഹ്മാവ് പിന്നെ എപ്പോഴും പോലെ ഉണർന്നിരിക്കും, ഉറങ്ങാത്ത ആളാണ് അയാൾ. ബ്രഹ്മാവ് ചോദിച്ചു, എന്താ ദുർവാസാവേ, ഈ വഴിക്കൊക്കെ കാണാറൊന്നുമില്ലല്ലോ, എന്തൊരു വിശേഷമുള്ളതുപോലെ? പറഞ്ഞു, ഇപ്പൊ ആകെ വിശേഷത്തിൽ ആ പുറകിലേക്കൊന്ന് നോക്കിയാൽ കാണാന്ന് പറഞ്ഞു. ഭഗവാന്റെ സുദർശന ചക്രം അങ്ങക്ക് തന്നു എന്ന്. തന്നതല്ല, കൊണ്ടുപോകാൻ വരികയാണെന്ന്. എന്താ കൊണ്ടുപോകുന്നത്? എന്റെ തലയ്ക്ക് നേരെയാണല്ലോ വരുന്നത്.
അവിടെ നിന്നത് ഉപസംഹരിപ്പിച്ചു തരണം. എന്ത് പറ്റി ഇങ്ങനെ ഒരു അപകടം? ഒന്നും ചോദിക്കേണ്ട, അത് പറയുമ്പോഴേക്ക് തല പോകുന്നു. അവിടുന്ന് അതൊന്ന് തീർത്തു തരണമെന്ന് പറഞ്ഞു. അയ്യോ ദുർവാസാവേ, അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലല്ലല്ലോ. അങ്ങ് ശിവന്റെ വലിയ ഭക്തനല്ലേ, എന്ന് മാത്രമല്ല ശിവന്റെ പുത്രൻ കൂടിയല്ലേ, അങ്ങോട്ട് ഓടിച്ചെല്ലുമെന്ന്. അങ്ങനെ ദുർവാസാവ് മഹർഷി കൈലാസത്തിലേക്ക് എത്തി. കൈലാസത്തിൽ പോയ ഒരു ബുദ്ധിമുട്ട്, കാര്യം അച്ഛനൊക്കെയാണ് ശിവൻ, പക്ഷെ അങ്ങോരെപ്പോഴും ധ്യാനത്തിലാണ്. കാലൊന്നും കുലുക്കി വിളിക്കാൻ പറ്റില്ല, കൈയൊന്നും കുലുക്കി വിളിക്കാൻ പറ്റില്ല. കാരണം കണ്ണു തുറന്നാൽ ചിലപ്പോൾ മൂന്നാമത്തെ കണ്ണായ അപകടത്തിലായി. അതുകൊണ്ട് കണ്ണു തുറന്ന സമയത്ത് വല്ലതും പറയാൻ പറ്റുള്ളൂ. ചെന്ന് വീണതും ഭഗവാനത ഒന്ന് നോക്കി, സന്തോഷമായി, നല്ല രീതിയിലായിരിക്കുന്നത്. വേഗം ചെന്ന് വീണു, നമസ്കരിച്ചു. ഉടനെ ചോദിച്ചു, എന്താ ദുർവാസാവ് ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ, എന്ത് പറ്റിയെന്ന്, പ്രത്യേകിച്ചൊരു വിശേഷമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ക്ഷണിക്കാനോ മറ്റൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാനെ ഒന്നും പറയേണ്ട, എന്റെ തലയും കൊണ്ട് പോകാനതാ സുദർശന ചക്രം വരുന്നു. എന്ത് പറ്റി, അങ്ങ് ഭഗവാനോട് വല്ല കലഹത്തിന് പോയോ? ഒന്നും പറയേണ്ട, അതെടുത്ത് കളഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് പറയുന്നതിന് മുമ്പ് എന്റെ തലയും കൊണ്ടാവാൻ പോകുന്നു. ഉടനെ പറഞ്ഞു, ദുർവാസാവേ, അതിന്റെ നിയന്ത്രണം ഇപ്പൊ എന്റെ കയ്യിലും ഇല്ലല്ലോ. വേഗം പറഞ്ഞു നന്നായി, ഞാൻ ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറഞ്ഞു തരുമെന്ന്. അതേതൊരു ഭഗവാന്റെ ആണെച്ചാൽ അങ്ങോട്ട് തന്നെ പോകണം, അല്ലാതെ ഇപ്പൊ എവിടെയാ പോകേണ്ടത്? പിന്നെ ആലോചിച്ചില്ല, നേരെ വിട്ടു വൈകുണ്ഠത്തിലേക്ക്. അവിടെ പോയ ഒരു പ്രത്യേകത, എപ്പോഴും ഭഗവാൻ അവിടെ കിടപ്പായിരിക്കും. ഭഗവാൻ എങ്ങോട്ടും പോവാനില്ല. രണ്ടാമത്തെ കാര്യം, കണ്ണു തുറന്നേ ഭഗവാൻ കിടക്കുള്ളൂ. കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് കാണില്ലേ നാരായണമൂർത്തി കിടക്കുന്നത്. ചെന്നു വീണു, നമസ്കരിച്ചു. ഉടനെ ഭഗവാൻ ചാടിയിരിട്ടു, എന്താ ദുർവാസാവേ ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ, എന്തൊക്കെയാ വിശേഷം എന്ന്. ഉടനെ പറഞ്ഞു, ഭഗവാനെ ഞാൻ ആകെ വിശേഷത്തിലാണെന്ന്. അതെന്തു പറ്റി? അങ്ങയുടെ കയ്യിലൊരു ചക്രല്ലേ? അതെ, അതിപ്പോ കുറെ ദിവസം അവിടെ ഇല്ലല്ലോ എന്ന്. ഇല്ല, അതിപ്പോ കുറെ ദിവസം എന്റെ പുറകിലായിട്ട് എന്ന്. അതുകൊണ്ട് എത്രയും വേഗം അത് അവിടെ നിന്ന് എടുത്തിട്ട് ആ കയ്യിലേക്ക് വെച്ചാൽ അടിയന് സമാധാനം കിട്ടുന്നു. ഉടനെ ഭഗവാൻ പറഞ്ഞു, എന്റെ ദുർവാസാവേ, അതിന്റെ നിയന്ത്രണം എനിക്കുമില്ല എന്ന്. ഭഗവാനെ, ഇനിയിപ്പോ ആരുടെ കയ്യിൽ അതിന്റെ നിയന്ത്രണം ഉണ്ടെന്ന്? വേഗം ഓടിക്കോളൂ. അത് ആർക്കാണ് നിയന്ത്രിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഭക്തന്മാർക്കേ അതിന്റെ മുകളിൽ നിയന്ത്രണമുള്ളൂ. ഏതൊരു ഭക്തനെയാണോ അങ്ങ് വേദനിപ്പിച്ചത് അങ്ങോട്ട് തന്നെ ഓടിക്കോളൂ എന്ന്. പിന്നെ ആലോചിച്ചില്ല, അംബരീഷന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവിടെയാണെങ്കിലോ വെറും വെള്ളം കുടിച്ചുകൊണ്ട് അംബരീഷൻ കാത്തിരുന്നു എന്നാണ്. ചെന്നു വീണു ദുർവാസാവ് മഹർഷി. അങ്ങനെ ആ ദുർവാസാവ് മഹർഷി പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭക്തന്റെ മഹത്വം എന്ന് പറയുന്നത്. അങ്ങനെ ആ ദുർവാസാവ് മഹർഷി അംബരീഷന്റെ മഹത്വം നമുക്ക് കാണിച്ചു തന്ന്, ഭക്തിയുടെ മഹത്വം നമുക്ക് കാണിച്ചു തന്ന് അവിടെ നിന്നും പോയി എന്നാണ്. ഇവിടെ ഭഗവാൻ പറയും, ആരാണ് എന്റെ ഭക്തൻ എന്നത് നിർവചിക്കും ഭഗവാൻ. ഏതാരകാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിനം പരം ഹിത്വാ മാം ശരണം യാത കഥം തെക്തുമർഹസേ. ആരാണോ ഭാര്യയും മക്കളും ഭർത്താവും ഇതൊക്കെ ഉണ്ടായിട്ടും മാം ഏവ ശരണം യാത, എന്നെ പൂർണ്ണ പ്രേമത്തോടെ സ്മരിക്കുന്നത്, കഥം തെക്തും, ഞാൻ എങ്ങനെ അവരെ ഉപേക്ഷിക്കുക എന്നാണ്. ഭഗവാൻ അവരെ ഉപേക്ഷിക്കില്ല എന്നാണ്. അപ്പൊ ആരെയാണ് ഭഗവാൻ ഉപേക്ഷിക്കാത്തത്? ആരാണോ എല്ലാം ഇരിക്കുമ്പോഴും ഭഗവാൻ മാത്രമാണ് ശരിയായി എപ്പോഴും യഥാർത്ഥത്തിൽ കൂടെയുള്ളത്, യഥാർത്ഥ സമ്പത്തെന്ന പ്രേമത്തിലേക്ക് മനസ്സിനെ ഉയർത്തുന്നത്, അവരെ ഭഗവാൻ കൈവിടിയില്ല. ഭഗവാൻ പറയുന്നു, സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മതന്യത് തേന ജാനന്തി നാഹം തേഭ്യോ മനാഗതി. സാധുക്കളുടെ ഹൃദയം ഞാനാകുന്നു, എന്റെ ഹൃദയം സാധുജനങ്ങളാകുന്നു. എന്ന് വെച്ചാൽ എന്റെ ഭക്തന്മാരും ഞാനും ഒന്നാകുന്നു. ഭക്തനെ നിന്ദിച്ചാൽ എന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഇന്നലെ കപില മഹർഷി പറഞ്ഞല്ലോ അമ്മയോട്, ഒരു പരകായത്തിലിരിക്കുന്ന മറ്റൊരാളെ നമ്മൾ ചീത്ത പറയുമ്പോൾ എന്നെ തന്നെയാണ് അമ്മയെ ദുഷിക്കുന്നതെന്ന് ദ്വേഷിക്കുന്നതെന്ന് തിരിച്ചറിയൂന്ന്. ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഒരു അമ്പലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വൈഭവമല്ല, ശക്തിയല്ല, എല്ലാവരിലും ഇരിക്കുന്ന ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹം കൊടുത്തും സ്നേഹിച്ചും നന്മ ചെയ്തും ഒക്കെ മുന്നോട്ട് പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കും. ആ ഭഗവത് പ്രേമത്തിലൂന്നി നന്മ ചെയ്യാനുള്ളൊരു മനസ്സ്, ഉണർന്ന് ഉയർന്ന് ഉത്സാഹത്തോട് ജീവിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അന്ധവിശ്വാസത്തിൽ നിന്നും മനസ്സിനെ യഥാർത്ഥമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുതന്നെയാണ് ജീവിതത്തിന്റെ പരമഭാഗ്യം എന്ന് പറഞ്ഞ് ഇവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. ചായയ്ക്ക് അല്പനേരം വൈകിയതിൽ ക്ഷമിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.